ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട നടൻ സലീം കുമാർ മരണപ്പെട്ടു. അങ്ങേരുടെ അടക്കത്തിൻ്റെ നേരത്ത് നമ്മുടെ കുറച്ച് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനെതിരെ നമ്മുടെ നടൻ അങ്ങേരുടെ മകനുമായ ചന്തു ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ശരിക്കും ഇതൊരു മാധ്യമധർമ്മമാണ്. ഞാൻ പറയും അല്ല, ഒരു ശുദ്ധ മലരധർമ്മം എന്നേ പറയും. അതായത് ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ അവർ ഓൾറെഡി അവിടെ വന്ന് ഷോർട്സ് വീഡിയോസിനും അതേപോലെ അവരുടെ വേണ്ട വീഡിയോസിനും വൈറലാവാനുള്ളതും എല്ലാം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാന ഘട്ടം, അതായത് ഇനി ആ മരിച്ച വ്യക്തിയെ ആരും കാണില്ല, ഒരു ഫോട്ടോ അല്ല, ആ ശരീരം ഒരിക്കലും കാണില്ല. അത്രയും ഇമോഷണലായി നിൽക്കുന്നൊരു നേരത്. ആ നേരത്തും അവിടെ കിടന്ന് ഇമാതിരി മലരത്തരം ചെയ്യാൻ ഇവന്മാരെ കൊണ്ടേ കഴിയും. എത്രയൊക്കെ നമ്മുടെ നാട് മാറി എന്ന് പറഞ്ഞാലും ഇതുപോലത്തെ കുറച്ച് ഉളകളുണ്ട്. മരണവീടും കല്യാണ വീടും ഒരേപോലെ ആയിട്ടുള്ള, മുമ്പും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതേപോലെ തന്നെ മമ്മൂട്ടി പ്രതികരിച്ചിട്ടുണ്ട് ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ CM വന്ന നേരത്ത് ഷോളണിഞ്ഞൊക്കെയാണ് ഓരോരുത്തർ സ്വീകരിക്കാൻ നിൽക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് ഇത്. പത്രസ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, അറ്റ് ദ ടിപ്പ് ഓഫ് ദ സിറ്റിസൺസ് നോസ്, പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല, അട്രോസിറ്റി, ജേർണലിസം അല്ല, ജിങ്കോയിസം, മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത, മീഡിയ ടെററിസം, മാധ്യമ നരഭോജിത്വം, മീഡിയ കാനിബാലിസം.